അപ്പോൾ നമുക്ക് ബജാജ് ഫിൻ സർവീസിൻ്റെ ചാർട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു 2008 മുതലുള്ള ചാർട്ടാണ്. അവിടുന്ന് കുറച്ചൊരു ഡൗൺ വന്നു. അപ്പോൾ നമ്മളെപ്പോഴും കാണാറുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ ഡബിൾ ബോട്ടം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താണ് ഈ ഒരു ഏരിയയിൽ ഡബിൾ ബോട്ടം, 2 ബോട്ടം വന്നു. അപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ആയാൽ നമുക്കൊരു എൻട്രി എടുക്കാൻ നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കണം. നമ്മുടെ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഓവറോൾ അപ്പ് ട്രെൻഡ് വന്നേക്കുന്നൊരു ചാർട്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഐഡിയ കിട്ടും. 1-2 വരകളിൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ നമുക്കിത് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു. കാണുന്നുണ്ടല്ലോ, നമ്മളതിൻ്റെ സപ്പോർട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ വരച്ചു. ഇപ്പോൾ നമുക്കറിയാം ഇത് ഓൾമോസ്റ്റ് ഇതാണ്ട് ഈ ഒരു സപ്പോർട്ടിന് നല്ല രീതിക്ക് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. 1, 2 നമുക്ക് ആ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് റിവേഴ്സിൽ പോകുന്നത് മനസ്സിലാക്കാം. അപ്പം ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാർട്ട് ബ്രേക്കിംഗ് ഒക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു റെസിസ്റ്റൻസ് നമുക്ക് അടുത്ത് എവിടെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ചാനൽ പോലെ നമുക്ക് കിട്ടും. എല്ലാ ഷെയറിലും ഒരുപോലെ അല്ല, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമുക്കറിയാം ഓവറോൾ എല്ലാ സമയത്തും ഇതിനകത്ത് തന്നെയാണ് ഇത് കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2020 മറ്റേ കൊറോണയുടെ ഒരു ഫോൾ പോലും നമുക്കിത് ഈ ഒരു 2 ലൈൻ ഈ ഒരു ഏരിയ നമ്മളിത് മാർക്ക് ചെയ്ത് വരച്ചിരുന്നെങ്കിൽ നമുക്കത് ക്ലിയറായിട്ട് നമുക്കത് കിട്ടിയാൽ. അപ്പോൾ നമ്മുടെ ജോയിൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ പക്കയായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണിച്ചു തരാം. എന്താ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കണ്ടോ, എല്ലായിടത്തും നമുക്കൊരു ടച്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മളൊന്നുകൂടെ ആദ്യം വരച്ചാൽ തന്നെ സെയിം സാധനം തന്നെ ജസ്റ്റ് ഞാനൊന്നുകൂടെ ക്ലിയറായിട്ടൊന്ന് വരച്ചെന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം, ലാസ്റ്റ് ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് അറിയാം ഇതൊരു ഡൗണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലിയറായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ചാടിക്കറി മുകളിലൊക്കെ എൻട്രി റെസിസ്റ്റൻസ് ഏരിയയിൽ എൻട്രി എടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ട വന്നത്, 2021 മുതൽ 2024 വരെ വെയിറ്റ് ചെയ്യേണ്ട വന്നത് ആ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ക്ലിയറായിട്ട് അറിയാം ഇതൊരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. ഇതൊന്ന് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി നമുക്ക് നല്ല രീതിക്ക് പരിഗണിക്കാവുന്നതാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. പക്ഷേ എൻ്റെ വിലയേറിയ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ചാടിക്കയറി വാങ്ങിക്കില്ല, പിന്നെ നഷ്ടം വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് പല ടൈം ഫ്രെയിമിൽ അനാലിസിസ് നടത്തണം. അത് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഒറ്റ ടൈം ഫ്രെയിമിൽ തന്നെ ഞാൻ ഈ അനാലിസിസ് നടത്തുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു ഇതേ സാധനം തന്നെ നമുക്ക് പലയിടത്തായിട്ട് നമുക്കിത് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ ഈ ഒരു ലൈൻ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടോ, ഇവിടെ സപ്പോർട്ട് വന്നു, ഇവിടെ ഒരു ഹൈ വന്നില്ലേ, ഇത് ബ്രേക്ക് ചെയ്തപ്പോഴേക്ക് നമുക്ക് റെസിസ്റ്റൻസ് വരെ പോകുമായിരുന്നു. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. ഇവിടെ ഒരു എൻട്രി കിട്ടിയതെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് വരെ നമുക്ക് പോകുമായിരുന്നു. അപ്പം ആ ഒരു ഹിസ്റ്ററി തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തേക്കാം. റിപ്പീറ്റ് ചെയ്യുമെന്നല്ല, ഒരിക്കലും നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു സാധനം ഷെയർ മാർക്കറ്റിലില്ല. ഏകദേശം ആപേക്ഷിച്ച് ചിലപ്പോൾ അങ്ങനെ പോയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒന്നിലധികം കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അപ്പം എൻട്രി എടുക്കുമ്പോൾ ഓർക്കുക ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ മൊത്തം ഒരു ഷെയറിലിടല്ല. മനസ്സിലായി? ഇപ്പോൾ ഞാനതൊരു സജഷൻ പോലെ പറഞ്ഞു, ഒരു സജഷൻ പോലെ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ പറയത്തില്ല നിങ്ങൾ ഇത് തന്നെ നോക്കി മേടിക്കണം, ഇതിൽ കിഴിഞ്ഞ സാധനമാണ്, പറക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ, അങ്ങനത്തെ ഒരു സംഭവം അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ പഠിക്കുക, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നു, വോളിയം താഴെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഈ റെഡ് ക്യാൻഡിൽസ് എല്ലാം ഡ്രൈ ആയിട്ട് ചെറിയ രീതി ചെറുതായി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ വന്നേക്കുന്നുണ്ട്, അത്യാവശ്യം ബൈയിങ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം സപ്പോർട്ടിലെത്തുമ്പോഴത്തേക്ക് സപ്പോർട്ടിന് റെസിസ്റ്റൻസിൻ്റെ ലോജിക്കും എല്ലാം നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ വീഡിയോ നിങ്ങളാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പം മിക്കവാറും ഇതിൻ്റെ ഒരു ഭൂവിയിൽ അത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ തെറ്റി പോകുന്നത്. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല പറയുന്നത്, ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ പിന്നെ ആയിരിക്കും ഇത് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ചാടിക്കറി ആരും വാങ്ങിക്കാതിരിക്കും. ബ്രേക്കൗട്ട് ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ കുറേ നാളിങ്ങനെ കിടക്കും. അധികം നിങ്ങൾക്ക് ബൈ ചെയ്യാൻ നടത്തൊരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ റീടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു റിസ്ക് അനുസരിച്ചിട്ട് അത് നിങ്ങൾ വാങ്ങിക്കുക. ചില ട്രേഡർമാരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിലർ ഇപ്പോഴേ ബൈ ചെയ്യും, അവർക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അവർ ബൈ ചെയ്യും. പക്ഷേ ബൈ ചെയ്യുമ്പോൾ കണ്ണും പൂട്ടി ബ്ലൈൻഡായിട്ട് ബൈ ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്. അവരുടെ ഒരു ലോജിക്ക് അതെല്ലാം വെച്ച് ചെറിയൊരു സ്റ്റോപ്പ് ലോസിലായിരിക്കും അവർ ബൈ ചെയ്യുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ.
അപ്പം ഇവിടെ നല്ലൊരു എൻട്രി എടുക്കുക, അത്യാവശ്യം റിസ്ക് റിവാർഡ് നോക്കി മേടിക്കുക. റിസ്ക് റിവാർഡ് നോക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മുടെ റിസ്കിനെക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ റിവാർഡ്, അതിനാണ് 1:2 1:3 എന്നൊക്കെ പറയുന്നത്. അത് ₹1 നഷ്ടം സഹിക്കുമ്പോൾ ₹2 ലാഭം ഉണ്ടാക്കും. അത് ₹2 ലാഭത്തിന് വേണ്ടിയിട്ട് ₹1 നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറാകുന്ന അതിനർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേണൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ഈ പാറ്റേൺസിനെ പറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ലോജിക്ക് ഉൾപ്പെടെ എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ അതിൻ്റെ സംശയങ്ങൾ, ഇപ്പം വർക്കൗട്ട് ചെയ്യുന്നതിനകത്ത് സംശയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. പിന്നെ പേഴ്സണൽ ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഇൻസ്റ്റ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിടാം. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ചാർട്ട് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോജിക്കുണ്ടെങ്കിൽ മാത്രം കയറാവും. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരാൾ, നിങ്ങളെ ഈ ചാനൽ ഫോളോ ചെയ്തിരിക്കുന്നതിലൊരു 99% പേരും എന്നെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഒരു വ്യൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളെപ്പോഴും നിങ്ങളെ മാത്രം വിശ്വസിക്കുക, നിങ്ങളുടെ പൈസയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓൺലൈനിൽ കൂടെ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ സ്കാമുകളിലും പോകാതെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡ് ഷെയർ മാർക്കറ്റ് തന്നെയാണ്. പ്രോപ്പറായിട്ടൊരു സ്വിങ് ചെയ്യുവാണെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണേലും സ്റ്റുഡൻസിനാണേലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള പാൻ കാർഡ് സംഭവങ്ങളൊക്കെ കയ്യിലുള്ള ആർക്കും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, പഠിക്കുവാണെന്നുണ്ടെങ്കിൽ. പഠിച്ചിട്ട് ചെയ്യണം. പഠിച്ചിട്ട് ചെയ്യാത്തതാണ് ഷെയർ മാർക്കറ്റ് എല്ലാവരും ഗ്യാമ്പിളിംഗ് ആണെന്നുള്ള രീതി തെറ്റിദ്ധരിക്കുന്നത്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് എങ്ങനെ ഗ്യാമ്പിളിംഗ് ആകുന്നത്? അത് നമ്മൾ ഷെയർ മാർക്കറ്റിന് കണ്ണും പൂട്ടി നമ്മൾ ചൂത് കളിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇടുന്നതുകൊണ്ടാണ് നമുക്കാണെങ്കിൽ അത് ഗ്യാമ്പിളിംഗ് ആയിട്ട് മാറുന്നത്. പഠിച്ചിട്ട് ചെയ്താൽ അത് ഗ്യാമ്പിളിംഗ് അല്ല, അതൊരു ബിസിനസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മാർക്കറ്റ് കണ്ടീഷനൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതിനൊരു ബ്രേക്കൗട്ട് നിങ്ങൾ ഫെയിലായിട്ട് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ ക്യാപിറ്റൽ ബ്ലോക്കായി പോകാതിരിക്കാൻ നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് എപ്പോഴും സ്റ്റോപ്പ് ലോസ് വഴി മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. താഴോട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇൻസ്റ്റാ ചാനൽ നോക്കുക. സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുക.